ഞാൻ കാണുന്നത് ഞാൻ വണ്ടി കച്ചവടക്കാരനാണ്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഒരു വണ്ടി കാണിക്കാൻ വേണ്ടി പോയിട്ട് തിരികെ ഏകദേശം എത്ര മണിയാവും? ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് 2 മണിയായി. 2 മണിക്ക് പോയി വാഹനമൊക്കെ കാണിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ആ ജംഗ്ഷൻ കഴിഞ്ഞ് തിരിഞ്ഞ് വളർന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ അപ്പം ഞാൻ ഇവിടെ നിന്ന് നടന്ന് അങ്ങോട്ട് വന്നു. തിരിച്ചു വരുമ്പോൾ ഒരു 3-3:30 മണിയാവും. അപ്പം എൻ്റെ മകനെ പഠിപ്പിക്കുന്ന കുട്ടി. ഞാൻ മക്കളെ നീ എവിടെ പോകണം? അത് മാമ ട്യൂഷനുണ്ട് പോകണം. ഓ ശരി മക്കളെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്തു. അപ്പം ഞാൻ ഈ ഗ്ലാസ്സിൽ കൂടെ വണ്ടിയുടെ ബാക്ക് ഗ്ലാസ്സിൽ കൂടെ നോക്കുന്നുണ്ട്. അപ്പം ഇവള് കുറച്ച് മുമ്പോട്ട് നടന്നു പോയപ്പം ആ പയ്യൻ ബൈക്കിൽ വരുന്നു, ആ ബൈക്കിൽ ഇവിടെ കയറുന്നു, പോകുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്, മനസ്സിലായില്ലേ? അതിനുശേഷമാണ് ഞാൻ അറിയുന്നത് ഇവളെ കയ്യിലൊരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു, അതെവിടെ പണയം വിൽക്കുകയോ ചെയ്തിട്ടാണ് ഇവൻ പെട്രോൾ അടിക്കുന്നത്. പെട്രോൾ അടിച്ചിട്ടാണ് പിന്നെ അവൾ പോകുന്നത്. അപ്പം സാധാരണ ഈ പയ്യൻ ഈ പെൺകുട്ടിയായിട്ട് അടുപ്പത്തിലാണ്. വല്ലപ്പോഴും വരുന്നുണ്ട്, ബൈക്കിലോ ആ മൂലറ്റത്തോ അപ്പുറത്തോ ഒക്കെ കൊണ്ടാക്കിയിട്ട് പോകും. അപ്പം സ്ഥിരം എന്ന് പറഞ്ഞപ്പോ അറിയാമായിരുന്നു. അവന് നമുക്ക് ഈ വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല, എതിർപ്പൊന്നുമില്ല. ഈ പെണ്ണ എനിക്കും എതിർപ്പില്ലായിരുന്നു. കാര്യം ഒരു ഇഷ്ടപ്പെടുക, കാര്യം നമ്മളെ എതിർത്തിട്ടും കാര്യമില്ല. കാര്യം ഒന്നാമത്തെ കാര്യം അത് സ്വയജാതിയാണല്ലോ, വേറെ വിഷയങ്ങളൊന്നുമില്ല. പയ്യൻ ചെറുപ്പക്കാരന് 10-21 വയസ്സായോ സമ്മതമാണ്, നമുക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ അവന്റെ സുനിലിന്റെ ഭാര്യ ഷീജ ഞങ്ങളെല്ലാം വരെ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ടൂറെല്ലാം പോയിട്ട് വന്നതാണ്. അപ്പോൾ വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചെന്താ മക്കളൊരാത്തെന്ന് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. സന്തോഷമായിട്ട് ഈ വ്യവസ്ഥ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു മക്കളെ എവിടെ പോകണം? എൻ്റെ മോനെ പറഞ്ഞു വിടണമല്ലോ ട്യൂഷനുണ്ട്, ട്യൂഷന് പോയിട്ട് വരാം എന്ന് പറയുന്നു. അപ്പം അത് കഴിഞ്ഞ് വണ്ടി ഞാൻ ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കുകയാണ് എൻ്റെ ബാക്കിലോട്ട്. അപ്പോഴാണ് ഈ ബൈക്കിൽ അവൻ വരുന്നുണ്ട്. അവിടെ വെച്ച് ഇതുപോലെ കുറച്ച് കഴിഞ്ഞ് ബൈക്കിൽ കയറുന്നുണ്ട്. അവൻ കൊണ്ടുപോയി. പിന്നെ നമ്മൾ കാണുന്നില്ല. ഈ സമയത്തുണ്ടായിരുന്നു അനിയനോട് എന്തോ സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാനോ? അല്ല, ഈ പ്രതിയായിട്ടുള്ള ആള് അനിയനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ അത് ഞാൻ കണ്ടില്ല. ഈ 2 വളവുണ്ട്, ആ വളവിൽ വെച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്റെ മകനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ബിലാലിനെ. അപ്പൊ അതുകൊണ്ട് ചോദിച്ചത്. അപ്പൊ വേറെ നല്ല സ്നേഹമാണ്, നമ്മളുമായിട്ട് നല്ല അടുപ്പത്തിലാണ് പെങ്കൊച്ചു. നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഈ ബന്ധം നമുക്കറിയാം, നമുക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക. അപ്പൊ ഈ പയ്യന്റെ കുടുംബസമേതം ഗൾഫിലാ. അവര് ഗൾഫിലാ, നാട്ടിൽ വന്നതും കാര്യങ്ങൾ. അപ്പൊ ഈ മറ്റേ ലഹരി പദാർത്ഥങ്ങളൊന്നും ഞങ്ങളെ അറിവിലൊന്നും കാണുന്നില്ല. ഇനി രഹസ്യമായിട്ടുണ്ടോന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല. സംസാരിച്ചിട്ടുണ്ട്. ഈ വ്യവസ്ഥയിൽ സംസാരിച്ച ജംഗ്ഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം വെഞ്ഞാറുപടി ജംഗ്ഷനിൽ ഹമാര ബേക്കറിയിൽ അവിടെ ബുള്ളറ്റിൽ വന്നപ്പോഴും ഞാൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. വേറെ കാര്യങ്ങളൊന്നുമില്ല, അവിടെ സുഖം തന്നെ അങ്ങ് പോയി. വേറെ വിഷയങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് പയ്യനാണ്. നമുക്കറിയില്ല ഇതിന്റെ വ്യവസ്ഥ എന്താണെന്ന്.